ഈയിടെ ഒരു ചാനലിൽ ഒരു പ്രസിദ്ധനായ അച്ഛൻ അന്ത്യവിധിയെ വ്യാഖ്യാനിക്കുന്നത് കേട്ടു. അതിങ്ങനെയാണ്, അതായത് അന്ത്യവിധിയുടെ ഉപമയിൽ ഈശോ പറയുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഈശോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ദാഹിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പോകുന്നത്, ഈശോ എന്ന് പറയുന്നത് സഭയുടെ ശിരസ്സാണ്, ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങൾക്ക് ക്രിസ്ത്യാനിക്ക് ദാഹിക്കുന്നു, ക്രിസ്ത്യാനിക്ക് വിശക്കുന്നു, ക്രിസ്ത്യാനി പരദേശിയായിരുന്നു, അതുകൊണ്ട് ഈ വിശക്കുന്ന ക്രിസ്ത്യാനിയെ ഊട്ടിയിട്ടുണ്ടോ? ദാഹിക്കുന്ന ക്രിസ്ത്യാനിക്ക് കുടിക്കാൻ കൊടുത്തോ? പരദേശിയായിരുന്ന ക്രിസ്ത്യാനിയെ സ്വീകരിച്ചോ? ഇത് കൃത്യമായ ഒരു റിഡക്ഷണലിസമാണ്. ഇതായിരുന്നോ ഈശോ തൻ്റെ ഉപമയിലൂടെ ഉദ്ദേശിച്ചത്, മത്തായി സുവിശേഷകൻ ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. ഒറ്റ വായനയിൽ തന്നെ പിടികിട്ടും. ഈശോ പറഞ്ഞത് വളരെ ലളിതമാണ്. എവിടെയൊക്കെ ഒരു വിശക്കുന്നവനെ നീ കണ്ടുമുട്ടുന്നോ ആ വിശക്കുന്നവൻ ഞാനാണ്, ദാഹിക്കുന്നവൻ ഞാനാണ്, നഗ്നനായിരിക്കുന്നവൻ ഞാനാണ്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന കുറ്റവാളി ഞാനാണ്, പരദേശിയായി വീടും നാടും നഷ്ടപ്പെട്ടവൻ ഞാനാണ്. അതിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ദേശീയതയില്ല. അതുകൊണ്ടാണ് ഗ്രീസിലേക്ക് അഭയാർത്ഥികളെ കാണാൻ പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ വിവിധ മതസ്ഥരായ ഈ പറയുന്ന അഭയാർത്ഥികളെ കയറ്റിക്കൊണ്ടുവന്നത്. കാരണം അവരെല്ലാം ക്രിസ്തുവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരമൊരു വ്യാഖ്യാനത്തിലേക്ക്, റിഡക്ഷണലിസത്തിലേക്ക് അദ്ദേഹം ആ പ്രസംഗത്തിൽ പോകുന്നതിൻ്റെ ഫസ്റ്റ് പ്രമിസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. കൃത്യം അദ്ദേഹം പറയുന്നത് സഭ ഒരു സംഘടനയാണ്, സംഘടനയുടെ രീതികളാണുള്ളത്, സംഘടനയുടെ ശൈലിയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതാണോ ഈശോ ഉദ്ദേശിച്ചത്? സുവിശേഷം 4 കൃത്യമായിട്ട് വായിച്ചേ. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് അതിനെ സുവിശേഷത്തിലെ ക്രിസ്തുവാണ് നമുക്ക് മാതൃക, സുവിശേഷത്തിലെ ക്രിസ്തുവാണ് നമ്മുടെ ഗുരു. എന്താണ് ഈ 4 സുവിശേഷങ്ങളിലും നോക്കിയാൽ കാണുന്നത്? ഈശോ സംസാരിക്കുന്നത് മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. തൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ മുതൽ പ്രഘോഷണത്തിലും പ്രവർത്തനത്തിലും ദൈവരാജ്യമാണ്. 126 പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞതെങ്കിലും 4 സുവിശേഷത്തിൽ ഈ പദം വരുന്നുണ്ട്. സഭ എന്ന പദം 2 പ്രാവശ്യം മത്തായി 16-ലും 18-ലുമേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ലളിതമാണ്. ഈശോയ്ക്കുണ്ടായിരുന്ന ആപാനുഭവം, ദൈവം എൻ്റെ അപ്പനാണ്. ജ്ഞാനസ്നാനത്തിൽ അതാ അദ്ദേഹത്തിനുണ്ടായത്. ദൈവം എൻ്റെ അപ്പനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവത്തിലേക്ക് വന്നാൽ പിന്നെ കണ്ടുമുട്ടുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ സഹോദരങ്ങളാണ്. അതിനകത്ത് ജാതിയില്ല, വർണ്ണമില്ല, ദേശീയതയില്ല, സാമ്പത്തികമായ വ്യത്യാസമില്ല. കണ്ടുമുട്ടുന്നവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. അതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് സമഭാവനയാണ്, സാഹോദര്യമാണ്, നീതിയാണ്, കാരുണ്യമാണ്. ഈ ദൈവരാജ്യമാണ് ഈശോയുടെ സ്വപ്നവും ഈശോയുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യവും സുവിശേഷങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത്. മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു സംഭവം. രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ മദറിനെ കാണാൻ 3 സിസ്റ്റേഴ്സ് വന്നു. അവർ മരണാസന്നർക്കുള്ള ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മദറിൻ്റെ ഒരു ബ്ലെസ്സിങ് വാങ്ങിച്ചാൽ വന്നതാണ്. അപ്പം മദർ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ എത്ര ആദരവോടും കരുതലോടും കൂടിയാണ് വൈദികൻ കരങ്ങളിലെടുത്തതെന്ന്. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗിയും അതേ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന അതേ സ്നേഹവും കരുതലും ഓരോ രോഗിയായ സഹോദരനും സഹോദരിക്കും കൊടുക്കണം.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സംശയം, സഭ എന്ന ഇപ്പോൾ ഉള്ള റിയാലിറ്റിയും ദൈവരാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതേറ്റവും വ്യക്തമായിട്ട് പറയുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. കൗൺസിൽ പറയുന്നു സഭ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാണ്. അതോടൊപ്പം തന്നെ പുളിമാവ് പോലെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവളാണ് സഭ. അദ്ദേഹം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അടുത്തതായിട്ട് വ്യാഖ്യാനിക്കുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഈശോയുടെ കൽപ്പനയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നിന്നെപ്പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം നീ നിന്നെ സ്നേഹിക്കണം, നിന്റെ സമുദായത്തെ സ്നേഹിക്കണം, നിന്റെ സംഘടനയെ സ്നേഹിക്കണം, നിന്റെ സഭയെ സ്നേഹിക്കണം. എങ്കിലേ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. കൗതുകകരമായിട്ട് ചിലപ്പോൾ വളരെ ഉചിതമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഈശോ ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? 2 സ്നേഹത്തെക്കുറിച്ചും ഈശോ പറയുന്നു. എന്നിട്ട് അപ്പോഴാണ് അയാൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോഴാണ് ഈശോ നല്ല സമറിയാക്കാരൻ്റെ കഥ പറയുന്നത്. കഥ അവസാനിപ്പിക്കുമ്പോൾ ഈശോ അവനോട് തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആട്ടെ, ആ മൃതപ്രാണനായിട്ട് കിടന്നവന് ആരാണ് അയൽക്കാരനായി തീർന്നത്? അപ്പോൾ ഇയാൾ പറയുന്ന മറുപടിയുണ്ട്, അവനോട് കരുണ കാണിച്ചവൻ. അപ്പോൾ ഈശോ അവനോട് പറയുന്നു, നീയും പോയി അതുപോലെ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീയും പോയി ആവശ്യത്തിലുള്ളവനെ, മൃതപ്രായവനെ, രോഗാവസ്ഥയിൽ കിടക്കുന്നവനെ അവൻ ആവശ്യമുള്ളത് കൊടുക്കുക, കരുണ കാണിക്കുക. അതിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ദേശീയതയില്ല. ആവശ്യത്തിലുള്ളവനൊക്കെ അവനോടൊക്കെ കരുണ കാണിക്കുക എന്നതാണ് ഈശോയുടെ കൽപ്പന. ഇവിടെ നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. അതായത് ഈശോയാണ് ഈ പറയുന്ന ശിരസ്. ഈശോയുടെ ദൈവരാജ്യ സങ്കല്പം, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളായ സമഭാവനയും സാഹോദര്യവും നീതിയും കരുണയും സ്നേഹവും ഇവയിൽ നിന്നൊക്കെ നമ്മൾ റിഡക്ഷനിസം വഴിയായിട്ട് അകലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശിരസിൽ നിന്നും ഉടല് അകന്നു പോയാൽ മരണമല്ലേ? ശിരസായ ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും, ശിരസായ ക്രിസ്തു മുന്നോട്ട് വെച്ച ജീവിത മൂല്യങ്ങളിൽ നിന്നും സഭ എപ്പോഴൊക്കെ അകലുന്നോ അപ്പോഴൊക്കെ സഭ മൃതാപ്രായമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇവിടെ നമ്മുടെ സഭ ഈ മൃതാവസ്ഥയിൽ പ്രയോഗത്തിൽ അങ്ങനെയാണോ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രയോഗത്തിലിരിക്കുന്ന മൃതപ്രായ അവസ്ഥയ്ക്ക് പറ്റിയ തിയറി അല്ലേ ഇദ്ദേഹം ക്രിസ്തുവിൻ്റെ വചനങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്? ഇന്നത്തെ ജീവിതത്തിന് ഉതകുന്ന ഒരു തിയറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇദ്ദേഹം ശ്രമിക്കുന്നത്? അതുകൊണ്ട് മറക്കണ്ട, ക്രിസ്തുവിൻ്റെ സങ്കല്പങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിൽ നിന്നും അകലുമ്പോൾ സഭ മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തുടങ്ങിയിടത്ത് വീണ്ടും പറയാം, വിശക്കുന്ന ക്രിസ്ത്യാനി ഞാനാണെന്നല്ല ഈശോ പറഞ്ഞത്, ദാഹിക്കുന്ന ക്രിസ്ത്യാനി ഞാനാണെന്നല്ല ഈശോ പറഞ്ഞത്, പരദേശിയായിരിക്കുന്ന ക്രിസ്ത്യാനി ഞാനാണെന്നല്ല ഈശോ പറയുന്നത്. എവിടെയൊക്കെ ആർക്കൊക്കെ വിശക്കുന്നുവോ അത് ഞാനാണ്, ക്രിസ്തുവാണ്. ദാഹിക്കുന്നുവോ അത് ക്രിസ്തുവാണ്. ആർക്കൊക്കെ, അതേത് മതത്തിലും ജാതിയിലും പെട്ടവൻ പരദേശിയാകുന്നുവോ അത് ഞാനാണ്. മറക്കണ്ട, ക്രിസ്തുവിൽ നിന്നും നമുക്ക് അകലാതിരിക്കാം. എങ്കിലേ സഭ ക്രിസ്തുവിൻ്റെ സഭയാകുള്ളൂ.